നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണൊക്കെ വാങ്ങുന്ന ആളുകളുണ്ടാവും. നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കടയിൽ നിന്നോ ഒക്കെ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങും. ഇനി അതല്ലെങ്കിൽ ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിനകത്തുള്ള ഫീച്ചറുകൾ വളരെ വർക്കിംഗ് ആണോ അല്ലെങ്കിൽ അത് ആ ഫീച്ചറുകൾക്ക് അതിനകത്ത് ലഭ്യമാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നമുക്ക് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ട്രിക്ക് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ ജസ്റ്റ് എല്ലാ ഫീച്ചേഴ്സുകളും ഒറ്റയടിക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങിയാൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതിൽ ഓരോ ഫീച്ചറും തിരഞ്ഞ് പിടിച്ച് പരിശോധിക്കാൻ. എന്നാൽ ഒരു ആപ്പുണ്ട്, ആ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ ഒറ്റ ക്ലിക്കിൽ അങ്ങ് കിട്ടുകയും ചെയ്യും, പരിശോധിക്കാനും എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഡാഷ്ബോർഡ് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ CPU സ്റ്റാറ്റസ് കൃത്യമായി കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് വന്നാൽ ബാറ്ററി സ്റ്റാറ്റസ്, നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, ഡിസ്പ്ലേ, അതുപോലെ തന്നെ ആപ്സ്, റാം, സ്റ്റോറേജ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് സാധാരണ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത്. പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ കൃത്യമായി റാമാണ് ചെക്ക് ചെയ്യാറുള്ളത്, അതെല്ലാം ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ബാറ്ററി ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ബാറ്ററി എത്രയാണ് ശതമാനം ഉള്ളതെന്നും അതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്നും അതിൻ്റെ സ്റ്റാറ്റസ് ചാർജിങ്ങിലാണോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആണോ എന്നുള്ളതും ടെക്നോളജി, അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി ഹെൽത്ത്, വോൾട്ടേജ്, കറണ്ട് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസിനകത്തേക്ക് ലഭ്യമാണ്. ഇനി സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. ബാറ്ററി സെറ്റിങ്സിലേക്ക് എത്തും. അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ, ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ലഭ്യമാണ്. ഏറ്റവും മുകളിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഹാർഡ്വെയർ, സിസ്റ്റം, ബാറ്ററി, നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ആപ്സ്, ക്യാമറ തുടങ്ങിയിട്ട് സെൻസർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചറും ഉണ്ട്. വേണ്ടത് ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെ ഡീറ്റെയിൽസ് മുഴുവൻ കാണും. അപ്പോൾ ഞാൻ ഇവിടെ സിസ്റ്റം ഭാഗം ക്ലിക്ക് ചെയ്തപ്പോൾ ഇത് റെഡ്മി മൊബൈൽ ഫോൺ ആണെന്നും 4G ആണെന്നും കാണാൻ സാധിക്കും. അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും താഴെ ഭാഗത്തെ ആൻഡ്രോയിഡ് വേർഷൻ ഡീറ്റെയിൽസൊക്കെ ലഭ്യമാണ്. വളരെ ഫാസ്റ്റായിട്ടും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഫീച്ചറുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.